ഷാജിയാട്ടിന് ഇപ്പൊ പഴയ പോലെ പണിക്കൊന്നും പോകുന്നില്ല ചേച്ചി. ഒരു പെണ്ണാ വണ്ണം വെക്കുന്നുള്ള ബോധം വേണ്ടേ അവർക്ക്. ചേച്ചിക്ക് അറിയാലോ എൻ്റെ ബുദ്ധിമുട്ട്. എൻ്റെ മോളെയും കൊണ്ട് ഞാൻ ജീവിക്കുന്ന എങ്ങനെയാന്ന് എനിക്ക് മാത്രമേ അറിയൂ. ബുദ്ധിമുട്ടില്ലാത്ത മനുഷ്യരുണ്ടാ, അത് നമ്മളിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളതിലാണ് കാര്യം. അവന്തി ഇപ്പം +2 കഴിഞ്ഞു. ബാംഗ്ലൂർ പോയി പഠിക്കണം എന്നാണ് പറയുന്നത്. മോളെയും എനിക്ക് നല്ല നിലയിൽ എത്തിക്കണേന്. എന്നിട്ടപ്പം ഇനി ബാംഗ്ലൂർ പോകുന്നു? അടുത്താഴ്ച പോകും. നന്ദുവാടിൻ്റെ അനിയത്തി ഉണ്ട് ആര്യ എൻ്റെ കൂടെ. എല്ലാരും പറയുന്നു ബാംഗ്ലൂർ അടിപൊളിയാണെന്ന്. റീൽസ് കണ്ടിട്ടൊന്നും ബാംഗ്ലൂർ പോകാൻ നിൽക്കണ്ടേ മോളെ? പോകുന്നതല്ല ശരി, പക്ഷെ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ ജീവിച്ചാലേ അതിന്റെ കാര്യം മനസ്സിലാവും. അതൊന്നും സാരമില്ല, എനിക്ക് ബാംഗ്ലൂരിൽ പോകണം. ബാംഗ്ലൂർ എൻ്റെ ഒരു ഡ്രീമാണ്. നാട്ടിൽ എത്ര കോളേജിന്റെ നഴ്സിങ്ങിന് വെറുതെ ബാംഗ്ലൂരെല്ലാം പോയിട്ട് പൈസ കളയണോ? പൈസക്ക് ഇപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചേച്ചി? ഞാനെന്നാ ഇപ്പം ചെയ്യേണ്ടത്? നീ നോക്കി, വീട്ടിന്റെ പണിയല്ല ഇപ്പം പകുതി വയ്ക്കുള്ളേ. ചേച്ചീൻ്റെ അവസ്ഥയിൽ എനിക്കറിയാം. ഇന്ത്യയിലൊന്നും ഇല്ലയെന്നും എനിക്കറിയാം. ഞാൻ പക്ഷേ എങ്കിലേ അമ്മേൻ്റെ വെയിറ്റില്ലേനെ ഒരു 5 സെൻറ്റ് സ്ഥലമോ അതൊന്ന് പണയം വെച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. അതിപ്പോൾ പണയം വെച്ചിട്ട് കൊടുത്താൽ ചേച്ചി ഒക്കെ നാളെ ഒരു നല്ല ജോലി കിട്ടുമല്ലോ. അപ്പം പിന്നെ ഓളെന്നെ അത് എടുത്തു തരൂ. ആകെ നമുക്ക് രണ്ടാക്കും കൂടി 5 സെന്റ് സ്ഥലമല്ലേ ഉള്ളൂ. അതും കൂടി പോയാല് അനിയത്തി ഇതാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേച്ചീനെ കണ്ടിട്ട് അങ്ങ് പോകും. ആ ആകെയുള്ള ഒരു 5 സെന്റ് സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവൂല മക്കളെ. ഓൾ എന്നോടല്ലാണ്ട് പിന്നെ ആരോടെ ചോദിക്കുക? മറ്റുള്ളവരെ സഹായിച്ച് അമ്മക്കിപ്പോ ഒന്നും ഇല്ലാണ്ടായി. അനക്ക് എന്തിനാ സ്ഥലം? ഭാവിയിൽ അന്നെ നോക്കാൻ നിങ്ങൾ 2 മക്കളില്ലേ, പിന്നെന്നാ വേണ്ടേ? മക്കളെ, നിങ്ങളെങ്കിലും ഇതുപോലെ ആവശ്യം വരുമ്പോൾ സ്നേഹം കാണിക്കുന്ന സഹോദരങ്ങളാകാൻ പാടില്ല.